നീ ആ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇരട്ട കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് കരുതലായി ജെയിൻ ഫൗണ്ടേഷൻ. കൊല്ലം അച്ഛൻ കോവിലാറ്റിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലവും പോഷകാഹാരക്കുറവ് മൂലവും മുലപ്പാൽ ഇല്ലാത്തതിനാലും കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നൽകിയിരുന്നതെന്ന വാർത്ത അറിഞ്ഞതോടെ ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകി ജെയിൻ ഫൗണ്ടേഷൻ. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ ആദിവാസി കുടുംബത്തിന് 25,000 രൂപയും പഴവർഗ്ഗങ്ങളുമാണ് നൽകിയത്. ഈ കുടുംബത്തെ ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസിയുടെ അനുമതിയോട് കൂടിയാണ് തുകയും പഴവർഗ്ഗങ്ങളും നൽകിയത്. സ്വന്തമായി വീടില്ലാത്ത ഈ ആദിവാസി കുടുംബത്തിന് ഇവർ നിലവിൽ താമസിച്ചു വരുന്ന പ്രദേശത്തിന് സമീപത്തായി അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ ഒരു കൊച്ചു വീട് കൂടി നൽകാൻ ഫൗണ്ടേഷൻ തയ്യാറാണെന്ന വിവരവും കത്ത് മുഖേന മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഡയറക്ടർ മുകേഷ് ജെയിൻ തുകയും പഴവർഗ്ഗങ്ങളും കുഞ്ഞുങ്ങളുടെ മാതാവിന് കൈമാറി. MM സലീം, വിപിൻ പട്ടേൽ, KP ലോറൻസ്, ഷാജി എന്നിവർ സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.